ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന 99 നൈറ്റ്സ് ഇൻ ദ ഫോറസ്റ്റ് ആയിരിക്കും. അതിൻ്റെ കൂടെ ജൊഹാനും ഉണ്ടാവും. അപ്പോൾ ജൊഹാൻ ഞാനും ഉണ്ടാവും. അവനിക്കിപ്പോൾ മിണ്ടാൻ പറ്റുമെങ്കിൽ തോന്നുന്നില്ല. അതുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഗായ്സ്, അപ്പം നമുക്ക് അങ്ങനെ തുടങ്ങാം. 2 പ്ലെയർ എന്തുകൊണ്ട് ഗായ്സ് പറ്റിയത് ലാഗായി തോന്നാം. ഓക്കെ, അന്നും കൂടിയാണ് ചെയ്യാം. 2 പ്ലെയർ. ഓക്കെ ഗായ്സ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. യെസ് സർ. ഓക്കെ ഗായ്സ്, അപ്പോൾ നമുക്ക് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. ഇത്തിരി ലാഗി ആയിരിക്കും കേട്ടോ. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത്തിരി സ്ലോ ആയിരിക്കും. അത് കുഴപ്പമില്ല. ഓക്കെ, മരം വെട്ടാൻ തുടങ്ങാം. എന്നോട് ജൊഹാൻ കോളുണ്ടാവില്ല ഗായ്സ്, എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അവൻ സംസാരിക്കാൻ പോകുന്നില്ല. സോ അത് കുഴപ്പമില്ല. എന്നാലും നമ്മൾ ചാറ്റ് ഉപയോഗിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നത്. നോക്കാം. ആദ്യം ഇത്തിരി കൊണ്ടിട്ട് ഫയറിലിടാം ഗായ്സ്. ഓക്കെ, റീച്ച് ഇത്തിരി റാബറ്റിനെല്ലാം കൊല്ല ഗായ്സ് ഫോർ ദ ഫുഡ്. ഇപ്പം തന്നെ എനിക്ക് ആദ്യത്തെ കിഡിനെ സേവ് ചെയ്യാം. എനിക്ക് എന്തായിരുന്നു ക്ലാസ്സിൻ്റെ പേര്? റേഞ്ചർ എന്ന് എനിക്ക് തോന്നുന്നത്. റേഞ്ചർ ക്ലാസ് ഉണ്ട്. ഈ റേഞ്ചർ ക്ലാസ് എന്താ പറയുക, നമുക്ക് ഒരു റിവോൾവറും തരും, അതിൻ്റെ കൂടെ ഇത്തിരി ആമോ, അതിൻ്റെ കൂടെ ഒരു ഫ്ലാഷ് ലൈറ്റും തരും. അതുകൊണ്ട് നല്ല ഈസിയാണ്. അപ്പം ക്ലാസ്സെല്ലാം നല്ല ഹെൽപ്പ് ചെയ്യും ഗൈസ്. റേഞ്ചർ ക്ലാസ് അത്യാവശ്യം നല്ലൊരു ക്ലാസ്സാണ്. ഭാഗ്യത്തിൽ ഞാൻ ഇത് മേടിച്ചത്. ഇതിനെന്തോ 80 അല്ലെങ്കിൽ 70 ഡയമണ്ട്സാണ് ഗൈസ്. അടിപൊളി ക്ലാസ്സാണ്. 100 ക്ലാസ് നല്ല പോട്ടെ ഗൈസ്. അത് അത്ര ഒന്നുമില്ല. അതെനിക്ക് ഓർമ്മയില്ല എന്താണ് എന്തോ 2 സാധനങ്ങളാണ്. അത്ര ആവശ്യമില്ലാത്ത സാധനങ്ങളാണ്. ഭാഗ്യം ഞാനൊന്നും മേടിച്ചില്ല. ഇത് നല്ലത്. എൻ്റെ ഫ്രണ്ട് ഇതിൽ നല്ല അഡിക്റ്റാണ്. അപ്പോൾ അവൻ ആണെങ്കിൽ കുറേ കളിച്ച് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവനിത് പറയുന്നതിന് മുമ്പായിരുന്നു മേടിച്ചത്. അതുകൊണ്ട് ഭാഗ്യം ഞാൻ ഇത് മേടിച്ചത്. നല്ല ക്ലാസ്സാണ്. അപ്പോൾ നമുക്ക് ഇനി മരം കൂട്ടാം. എനിക്ക് ഇത്തിരി കൂടെ സമയം എടുക്കുമായിരിക്കും. ഈ ഫയറും ഇത്തിരി ഒരു ലെവൽ 4 എത്തണം ഗൈസ്. അതാണ് നമ്മൾ എത്തിപ്പിക്കാൻ നോക്കുന്നത് ഗൈസ്. അത് എനിക്ക് വേറെ സാധനം ചെയ്യാം. ഓക്കെ, ആദ്യത്തെ നൈറ്റ് ഒന്നും വരില്ല. കുറേ ആയി കളിച്ചത്. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് ഇതിന് ചെയ്യാൻ പോവാം. രാത്രിയാണെങ്കിൽ ഒന്നും വരാൻ പോകുന്നില്ല. ആദ്യത്തെ നൈറ്റ് ഡിയറൊന്നും വരില്ലെങ്കിൽ സ്വന്തം വരില്ല. നമുക്ക് കിഡിന് ചെയ്യാൻ പോവാം. എന്തായാലും അയ്യോ ഇജിടാണല്ലേ, എന്നാലും കാണാൻ പറ്റിത്തിരി. വാളമോൻ ഒന്ന് പോടാ. ഇവൻ എന്തിനു പോടാ? ഇവന് ചത്ത എന്ത് പറ്റിയതുണ്ടാവും. ഇനിയെങ്കിൽ ലക്കിന് ഈ ഇതിൽ ബാൻഡേജ് കിട്ടിയാൽ ശരിക്കും വെച്ച് എനിക്ക് ഓർമ്മയുണ്ടാവും കേട്ടോ. എൻ്റെ ആദ്യത്തെ ചെസ്റ്റ്, ഈ ചെസ്റ്റില്ലേ, ഇവരുടെ ഉള്ളിൽ ചെസ്റ്റ് ഉണ്ടാവില്ലേ, ഇതിൽ ബാൻഡേജ് കിട്ടിയാൽ ശരിക്കും വെച്ച് ഓർമ്മയുണ്ടാവും. പക്ഷെ ആ ബാൻഡേജ് അപ്പാണെന്ന് നോക്കാം. പ്ലീസ് ബാൻഡേജ് ചേർന്ന് പ്ലീസ്. എന്ത് എനിക്ക് ലക്കുണ്ട്, അവനക്കും ലക്കുണ്ട്. എൻ്റെ അമ്മ, എന്തായാലും ഇത് രണ്ടാമത്തെ ചെസ്റ്റ് എന്താണ് പിന്നെ അത്
അപ്പഴ ബാൻഡേജ് കിട്ടി. എന്ത് ലക്കാണ് എനിക്ക്, ഭാഗ്യം. ചേടാ ഇതാണ് ഞാൻ ഈ 99 നൈറ്റ്സ് ഫ്രണ്ട്സിൻ്റെ കൂടെ മാത്രം കളിക്കാറുണ്ട്. ഇങ്ങനെ ജോഹാൻ്റെ കൂടെ ഒന്നും കളിക്കാറേ ഇല്ല. ഇങ്ങനെ എൻ്റെ വേറെ ഫ്രണ്ട്സിൻ്റെ കൂടെ എല്ലാം കളിക്കും, അല്ലെങ്കിൽ ചില ഫ്രണ്ട്സ് എൻ്റെ കൂടെ വേറെ ഏതെങ്കിലും റാൻഡം പീപ്പിൾ. അതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇവൻക്ക് അങ്ങനെ കളിക്കുന്നത്. ഇവൻ നമ്മൾ രണ്ടുപേരും മാത്രം. എനിക്ക് തോന്നി ഇവൻ അപ്പുറന്ന് ചാവും. ഡേ 1 പോലും ആയില്ല, അല്ല ഡേ 2 പോലും ആയില്ല, അപ്പോഴൊന്നും അവൻ ചത്ത്. ഗായ്സ്, എൻ്റെ കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണം ജോഹാൻ നല്ല ട്രാഷാണ് ഗെയിംസിൽ. ഉണ്ട് എൻ്റെ കൂടെ. ഗായ്സ്, നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ്, ലൈക്ക്, എൻ്റെ വീഡിയോ ഷെയർ ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ. അവൻ്റെ ചാനലും സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ. ഹായ്. ഓക്കെ ഗായ്സ്, ഫയർ അത്രയെല്ലാം മതി എന്ന് തോന്നുന്നു. കുറേ നമ്മൾ എന്താ, എനിക്ക് ഇത്തിരി ഈ ബെഞ്ച് ഒട്ടും അപ്ഗ്രേഡ് ചെയ്ത് വെച്ചില്ല. ആദ്യം മാപ്പ് ഉണ്ടാക്കാം. ജോഹാൻ പറഞ്ഞിട്ടുണ്ടായി മാപ്പ് ഉണ്ടാക്കാൻ. ഇവിടെ ഇവനും വന്ന് പെൽ ട്രേഡർ. ഓക്കെ, ഉറക്കം വരുന്നു. Yes sir, bunny food, yeah. bunny food, good snacking നല്ല ഇഷ്ടം. എൻ്റെ കൂടെ എനിക്ക് ഓൾറെഡി ഗുഡ് ആക്സ് കിട്ടിയിട്ടുണ്ടല്ലോ. Come on, rabbit. ഗായ്സ്, ഞാൻ എന്താ ഫുഡും എക്സ്പ്ലോറും ചെയ്യും. എൻ്റെ കൂടെ ജോഹാൻ വുഡ് കളക്ട് ചെയ്യും. എനിക്ക് പിന്നെ എന്താ അവൻ ഫയറും എന്താ മറ്റേ ഇതും ചെയ്യും, ക്രാഫ്റ്റിങ്ങും ചെയ്യും. എൻ്റെ കൂടെ വുഡ് കളക്ട് വെച്ച്. പക്ഷെ ഞാനും വുഡ് ചിലപ്പോഴെല്ലാം കളക്ട് ചെയ്യും. ഇപ്പം ഞാൻ കളക്ട് ചെയ്യുന്നു, ചിലപ്പോഴെല്ലാം ഞാൻ കളക്ട് ചെയ്യും. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എന്താ എക്സ്പ്ലോർ ചെയ്ത് ഒത്തിരി വുഡ് കണ്ടുപിടിക്കും. അപ്പോൾ ഗായ്സ്, ഞാൻ ഈ ക്യാമ്പ് കണ്ടുപിടിച്ചു. എനിക്ക് ഇവിടെ ചെസ്റ്റ് ഉണ്ട്. എനിക്ക് നമുക്ക് എന്താ കിട്ടും നോക്കാം. അയ്യോ, ഞാൻ ഹംഗ്രി. എനിക്ക് ഞാൻ വേഗം തുറക്കാം. ഞാൻ വേഗം തുറക്കട്ടെ. എൻ്റെ ലക്ക് ഇവിടെ ഞാൻ ലാസ്റ്റത്തെ ചെസ്റ്റ് തുറന്ന മറ്റേ അവിടുത്തെ ആ കുട്ടീനെ രക്ഷിക്കാൻ പോയപ്പോൾ ഇത് അടുപ്പിച്ച് രണ്ടെണ്ണം എൻ്റെ ലക്ക് ശരിക്കും ഞാൻ പറയാം. എൻ്റെ ലക്ക് എന്തോ ലക്കുണ്ട്. എനിക്കൊരു ഇൻഫിനിറ്റ് ലക്ക് ഉണ്ട് ഈ കളിയിൽ. അത് മീൻസ് നമുക്ക് ഇനിയും കുറേ ദിവസം നിൽക്കാൻ ചാൻസ് ഉണ്ട്. ഗ്യാങ് ഇവനല്ല എങ്ങോട്ട് പോന്ന, ഇവന് സാധനം കാണിക്കാൻ പറഞ്ഞ എനിക്കറിയില്ല. എന്താണ് അതെ, ഇതാണ് പുതിയ അപ്ഡേറ്റ്.
കേവ്സാണ് പുതിയ അപ്ഡേറ്റ്. ഓ ഇങ്ങനെ എടാ അതല്ലേ മുമ്പത്തെ ഇതിനുണ്ടായേ. അതെ കൾഡേഴ്സ് അയ്യോ ഞാൻ റെഡിയല്ല, ഒന്ന് പോടാ. ഓ ഭാഗ്യം, എങ്ങനെ രക്ഷപ്പെട്ടു. എന്നോട് എനിക്ക് തോന്നുന്നു ഈ രാത്രിയാണ് കൾട്ടിസ്റ്റാനും വരാൻ പോകുന്നത്. ഞാൻ കുക്ക്ഡൗൺ. എന്തൊക്കെയോ ഞാൻ ചത്ത്. അല്ല എനിക്ക് അത്രയും കുഴപ്പമില്ല, ബാൻഡേജ് ഉണ്ട്. പക്ഷെ ജൊഹാൻ മണ്ടത്തന്നെ വെച്ച് റിവൈവും ചെയ്യാറുണ്ടോ അവൻ ചത്തുണ്ടാവും. ഇപ്പൊ എന്നോട് എനിക്കറിയില്ല. ഞാൻ ഫയർ കേട്ടോ ഗായ്സ്. അപ്പം നൈറ്റ് ടൈം ആയി. ഓഹേ ഓനാ എൻ്റെ ഒരു ക്വിക്ക് ഇതാണ് എനിക്ക് സ്പീഡപ്പ് ചെയ്ത് ടൈം. അത് ജസ്റ്റ് ഞാൻ അങ്ങനെ സ്പീഡപ്പ് ചെയ്യാം. ഓക്കെ ഗായ്സ്, ഞാനിപ്പോഴും ജൊഹാനെ കണ്ടിട്ടില്ല. അവൻ എന്താണോ ചെയ്യുന്നത്? ഞാനാ ശരിക്കും എക്സ്പ്ലോറെല്ലാം ചെയ്യേണ്ടത്. അവനാണ് ബേസിൽ നിന്ന് ഈ അപ്ഗ്രേഡും മുണ്ടെല്ലാം കളത്തുന്നത്. ഇനി മഴ പെയ്യാനും തുടങ്ങി. എനിക്ക് മഴയുമ്പോൾ ഒട്ടും ഇഷ്ടമല്ല. എനിക്ക് എന്ത് റെഡാടാ. ഇത് നോക്ക് 60% ഉണ്ടായി എൻ്റെ ഫയറിൽ, 30% ആയി ഒരു മഴ. എനിക്ക് പിന്നെ രാത്രിയായി, എനിക്ക് പിന്നെ പിന്നെയും മഴയാൻ തുടങ്ങി. എനിക്ക് അങ്ങനെ ഒരു പ്രാവശ്യം ആയിട്ടുണ്ട്. എൻ്റെ പിന്നെ നല്ല 10-11 എനിക്ക് ഞാൻ ജൊഹാൻക്ക് 54 ഡേയ്സത്തെ ഞാൻ എന്താ ഫയറില്ലാണ്ട് 20 ദിവസം സർവൈവ് ചെയ്തു. മറ്റേ വലിയ ഔട്ട് പോസ്റ്റ് ഇല്ലേ, അതിൽ നിന്ന് മാസ്റ്റേഴ്സ് ഒന്നും എൻ്റെ അടുത്ത് എത്തിയില്ല. അതുകൊണ്ട് എനിക്ക് സിമ്പിളായിരുന്നു. അപ്പം ഞാൻ 20 ദിവസം സർവൈവ് ചെയ്ത്. അടുത്ത 10 ദിവസം മറ്റേ കാർണറുള്ള വലിയ സമയം ഞാൻ അതെല്ലാം ചെയ്തു. അങ്ങനെയെല്ലാം ചെയ്ത് എനിക്ക് ലാസ്റ്റ് എനിക്ക് മതിയായിട്ട് ചത്തു. ശരി, നല്ല പണിയായിരുന്നോടായി. അതിലൂടെ അവൻ ചത്തിച്ച് എന്തൊക്കെയോ കാണിക്കുന്നു. എനിക്കൊരു ബാൻഡേജ് പോലും കിട്ടിയില്ല. എൻ്റെ ഇതിലൊക്കെ ആ കളിയിലുണ്ടെങ്കിൽ ശരിക്കും ഒരു 100 എത്തിയിട്ടുണ്ടാവും. എൻ്റെയും കൂടിയിട്ടുണ്ടാവും ഒരു 130, 140. ഈ നമ്മളിപ്പോൾ ചാവുമോ? നമുക്ക് കുറേ കാനസ്റ്റർ ഫ്യൂളുണ്ട്. അതുകൊണ്ട് 50 വരെ എത്തി. ഈ നമ്പർ ഒന്നും ചെയ്യുന്നില്ല. എക്സ്പ്ലോർ ചെയ്തിട്ട് ഒന്നും കിട്ടിയില്ല. ഒരു കുന്തം പോലും കിട്ടിയില്ല. പക്ഷെ എന്ത് വളയനാണ് അവൻ. അയ്യോ നൈറ്റ് പിന്നെ അപ്രോച്ചിങ് കഷ്ടം. എനിക്ക് ഞാൻ ഇപ്പം ഫുഡ് അത്ര ഒന്നും കളർത്തിയതില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് ഇനിയും കെയർഫുൾ ആണ്. ചെയ്യാറുണ്ട്. പക്ഷെ വേറെ ഏതെങ്കിലും മാംസറ ഉൾഫ് എന്തെങ്കിലും വരുവാണെങ്കിൽ കുക്ക്ഡൗൺ ഓടേണ്ടി വരും. ഗായ്സ് ഞാനിപ്പോൾ കണ്ടുപിടിച്ചേക്കുന്നത് ഇന്നെവിറ്റബിൾ റാബിറ്റ് എന്നാണ് ഗായ്സ്. നോക്ക് കൊല്ലാൻ പറ്റില്ല ഗായ്സ്, നോക്കണ്ട പറ്റില്ല. ഇതെങ്ങനെയോ ബുഷിൻ്റെ ഉള്ളിൽ സ്റ്റക്കാണ് ഗൈസ്. ഞാൻ എങ്ങനെയോ കണ്ടുപിടിച്ചതാണ് ഫുഡ് അടിപൊളിക്കാൻ. ഇപ്പോൾ ഇന്നോട് പോകണം ഗൈസ്. ജാനൊന്നും വിളിക്കട്ടെ, കണ്ട പോവാ. എടാ എനിക്ക് പറ്റുന്നില്ല. ഇന്നെവിടെ പോകണം? വേറ്റൊരു ഐഡിയ ഉണ്ട്. ഗണ്ണനുകൊണ്ട് പറ്റുമായിരിക്കും. ആ അതെ ഗണ്ണനുണ്ട് പറ്റും. അല്ലെങ്കിൽ തോപ്പിയായിരിക്കും ആ റാബിറ്റ്. അതായത് ഞാൻ ചീറ്റ് ചെയ്യാൻ പോകണം. ഇവൻ്റെ പേരും റാബിറ്റ്. ഞാനപ്പോൾ ഈ മൊത്തം സ്ഥലം ബാർഗേറ്റ് ചെയ്യാൻ പോകണം. ബിക്കോസ് എൻ്റെ കൂടെ ഗൈസ് ജൊഹാൻ 4 പ്രാവശ്യം ചത്ത്. എനിക്ക് 4 പ്രാവശ്യം അടുപ്പിച്ച് ബാൻഡേജ് കിട്ടി ഗൈസ്. എന്തിലൊക്കെന്ന് പറയും. അപ്പോൾ ഗൈസ് ഡിയർ അവിടെ ഉണ്ട്. അതാ ഞാൻ റെഡി ആവാൻ പോവാണ് ഫോർ ദ ബാറ്റൽ. ടൺ 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 ടൺ
ഓ ഹെൽ നാ ഞാൻ കുറച്ച് എനിക്ക് 1 out of 11 bullets. ഞാൻ മലപ്പൊട്ടത്തല്ല. അയ്യോ. ഓക്കെ ഗൈസ്, ഞാൻ ചാണ്ട് വരുമായിരിക്കും. വാളമോൻ സ്കില്ലടിക്കട വാട. അയ്യോ ഗൈസ്, നമുക്കിനി 3 ബുള്ളറ്റ്സ് ഉള്ളെന്ന് തോന്നുന്നു. അറിയാം. ഹെൽ നാ ഞാൻ ചാവും. അയ്യോ ഗൈസ്, എനിക്ക് ഡേ 20 വരെങ്കിൽ എത്തണം ഗൈസ്. എൻ്റെ പിന്നെ ഞാൻ ഈ വീഡിയോ എന്ത് ചെയ്യും ഗൈസ്. ഗൈസ്, എൻ്റെ കൂടെ 99 നൈറ്റ്സിന് പാർട്ട് വല്ലതും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഗൈസ്. അതുകൊണ്ട് നിങ്ങളതും കാണണം. ഇത് ഈസി ഫൈറ്റ്. വാളമോനെ അയ്യോ, എനിക്ക് ചാടി വരാനൊന്നും പറ്റും. ബൈ. എനിക്ക് അത്രയും ഓറുണ്ട്. ഇവരെല്ലാം അങ്ങനെ ചത്തു. ഗൈസ്, അപ്പോൾ ഇത് തീരെടുത്ത് ഗൈസ്, ഫൈനലി ഇറ്റ്സ് ഡേ 21. യെസ് സർ. ഇവനെ കൊണ്ട് കളിക്കാൻ നോക്ക്. ഫ്രീസറുകള തണുത്ത് വരിക്കട്ടെ. ബൈ. ഇനി നമ്മൾ എക്സ്പ്ലോർ ചെയ്യാം. നമ്മൾ ഫയർ ഇപ്പോൾ പോകുന്നതുകൊണ്ട് എനിക്ക് ഇത്തിരി കോളോ അല്ലെങ്കിൽ ഫ്യൂൾ ക്യാൻസർ കാണും. ഫ്യൂൾ ക്യാൻസർ കുറട്ടിങ്ങി സെറ്റായിരിക്കും. കോള് അത്ര സെറ്റായിരിക്കും. എനിക്ക് മറ്റേ ബീഫിൽ സാധനം വേണം. അത് അടിപൊളി സാധനമാണ്. അത് ഫുഡ് ക്യാരറ്റ് ഒന്നും കിട്ടാൽ ഇതാവും, അപ്പിയാവും. പക്ഷെ ഫയറിന് നല്ലതാണ്. എണ്ണണം എന്തോ ഇതാവും കൊടുക്കും. ഒരു വേസ്റ്റാവും. അപ്പോൾ ഫയറിടം നല്ലതായിട്ട് മീൻസ് ഒരു എണ്ണണം. പക്ഷെ കുറേ എണ്ണം കിട്ടും. ഇങ്ങനെ ഡൈമണ്ട് കിട്ടും. ഗ്യാങ് ചിൻസാണ് ഇങ്ങനെ എന്താ പറയുക, ഒരു ഫുഡ് ഇട്ടാൽ 2 3 കിട്ടും. പക്ഷെ അതിന് അത്രയൊന്നും സാധനങ്ങളൊന്നും ആവശ്യമില്ല. പക്ഷെ ഞാൻ ഇപ്പം നിർത്താൻ ചാൻസ്. ടയർ ജസ്റ്റ് ഓക്കെ. ബാൻഡ് ചെട്ടി ശരിക്കും ലക്കുണ്ടാവും നമുക്ക്. 5 റോക്ക് എത്താം. ഇതൊന്നും കൊടുത്താം. വാടമോനെ ബൈ. വട നീ വടമോനെ, നീ ചത്തട മോനെ. ഓക്കെ ഗൈസ്, പ്ലീസ് 5 in a row. ബാൻഡേജ് മോനെ വാട. അയ്യോ. ഓക്കെ ഗൈസ്, ഇതിലെടുക്കാം. ഈ കൾട്ടസ്ഥലം ഫയലിടാൻ നല്ല. Nature approaching and the deer is hungry tonight. ഗൈസ്, എനിക്ക് നല്ലൊരു ഇംഗ്ലീഷ് അറിയാം. ഞാൻ സ്റ്റാർട്ടർ ചെയ്ത് അറിയാണ്ട്. ഗൈസ്, എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പം നിർത്താൻ പോകുന്ന. ഗൈസ്, ഞാൻ പോകാൻ പോകുന്നതാണ് ഗൈസ്. അതുകൊണ്ട് പീസ് ഔട്ട്. ലൈക്ക്, സബ്സ്ക്രൈബ് and share this video to your friends. Peace out.